ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് കണ്ടിട്ടുള്ള കുറേ പേര് എൻ്റെ അടുത്ത് നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബിങ്എക്സിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നുള്ളത്. ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ ആയിട്ട് ഒരുപാട് മെസ്സേജസ് ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓൾറെഡി നമ്മൾ ബൈനാൻസിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, ബൈബിറ്റിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ബിങ്എക്സിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യണോ എന്ന് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു, ഓക്കെ കിടന്നോട്ടെ, ബിങ്എക്സ് യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് എപ്പോഴെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ വീഡിയോ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ഉള്ളത് നല്ലതല്ലേ? നമ്മുടെ ചാനലിൽ തന്നെ അതുള്ളത് തീർച്ചയായിട്ടും നല്ലതല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു ബിങ്എക്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയലിനകത്ത്, ഈ ഒരു വീഡിയോയ്ക്കകത്ത് എങ്ങനെയാണ് ബിങ്എക്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. പല ഓർഡർ ടൈപ്സ്, മാർക്കറ്റ് ഓർഡർ, ലിമിറ്റ് ഓർഡർ, ട്രിഗർ ഓർഡർ, ഇതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആവശ്യമുള്ള ആൾക്കാർ, അറിയാവുന്ന ആൾക്കാർ കാണേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ലക്ഷക്കണക്കിന് വീഡിയോസ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബിനകത്ത് എന്നെയും ഈ ചാനലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ദിസ് ഇസ് ബിനോയ് ആൻഡ് വെൽക്കം ടു മൈ വാൾ സ്ട്രീറ്റ്. ക്രിപ്റ്റോ കറൻസി ആൻഡ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഈ ഒരു ചാനലിൽ ചെയ്തു വരുന്നത്. സോ അത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ബിങ്എക്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് വരാനായിട്ട് സാധിക്കും. ഇവിടെ റൈറ്റ് സൈഡിൽ ലോഗിൻ എന്നും സൈനപ്പ് എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് സൈനപ്പ് ആണ് ചെയ്യേണ്ടത്. ആദ്യമായിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ആണ് ചെയ്യേണ്ടത്. സോ സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമെയിൽ വെച്ചിട്ടാണോ ഫോൺ നമ്പർ വെച്ചിട്ടാണോ ഏത് വെച്ചിട്ടാണ് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. തൽക്കാലത്തേക്ക് ഞാൻ ഇമെയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ നമ്പർ വെച്ചുകൊണ്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇമെയിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡിയോടെ എൻ്റർ കൊടുക്കാം. എന്നിട്ട് ഇമെയിൽ ഐ ഡി ഏതാണെങ്കിൽ ആ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതിനോട് റെഫറൽ കോഡ് FEB5I6 ഈ റെഫറൽ കോഡ് തന്നെ എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ പുതിയ റിവാർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഫറൽ കോഡ് വെച്ച് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഈ റെഫറൽ കോഡ് വെച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് മാത്രമായിട്ടുള്ള കുറേ ബോണസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. FEB5I6 ആണ് നമ്മുടെ റെഫറൽ കോഡ്. ഇതെന്നോട് സൈനപ്പ് ക്ലിക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബിങ്എക്സിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ബിങ്എക്സിൽ മാത്രമല്ല, ഏതൊരു എക്സ്ചേഞ്ച് ആയാലും, ഏതൊരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആയാലും ഇത്ര മാത്രമേ ഉള്ളൂ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ ലോഗിൻ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് വെൽക്കം ബോണസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വ്യൂ മോർ റിവാർഡ്സ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഓരോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കുറേ റിവാർഡുകളുണ്ട്. ജസ്റ്റ് സൈൻ അപ്പ് ചെയ്യുമ്പോൾ ഒരു $30 വരെ, ഓക്കെ $30 വരെ നിങ്ങൾക്ക് ഒരു ബോണസ് ആയിട്ട് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒരു ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു $500 വരെ, $500 കിട്ടുമെന്നല്ല, $1 മുതൽ $500 വരെയുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഒരു ബോണസ് ആയിട്ട് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഓരോ എമൗണ്ടും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ളൊരു ബോണസ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ട്രേഡ് എടുക്കുമ്പോൾ അങ്ങനെ ഓരോരോ വെൽക്കം ബോണസുകളായിട്ട് ഒരുപാട് ബോണസുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വെൽക്കം ബോണസ് എന്ന് പറയുമ്പോൾ ഒരു $10 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ $10 നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. അത് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ആ ട്രേഡ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റും. അല്ലാതെ ബോണസ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തരുന്ന ഒരു ഗിഫ്റ്റ് പോലത്തെ ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്ന കാര്യം. അപ്പോൾ ഞാൻ ഇനി ലോഗിൻ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ലോഗിൻ ചെയ്യാനായിട്ട് ഞാൻ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇമെയിൽ, ഫോൺ, QR കോഡ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫോണിനകത്ത് ഓൾറെഡി എൻ്റെ ബിങ്എക്സ് അക്കൗണ്ട് ലോഗിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഞാൻ ലോഗിൻ ചെയ്യുന്നത്. ജസ്റ്റ് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മതി, എനിക്കിവിടെ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ക്രിപ്റ്റോ കറൻസി വാങ്ങണം അല്ലെങ്കിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് വേണ്ടേ? ഫണ്ട് വെച്ചുകൊണ്ടല്ലേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതൊരു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ INR ഇന്ത്യൻ റുപ്പി നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. ഡെപ്പോസിറ്റോ വിഡ്രോവലോ ഡയറക്റ്റായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സാധിക്കില്ല. പകരം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അതിന് എല്ലാ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് P2P മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് P2P മാർക്കറ്റ് പ്ലേസ്, എങ്ങനെയാണ് നമുക്ക് അതുവഴി കുറച്ച് ഫണ്ട് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എന്താണ് P2P മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ അത് അറിയാത്തവരുണ്ട്, ഒരുപാട് പേരുണ്ടായിരിക്കും. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് അറിയാത്തവരുണ്ടായിരിക്കും. സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് P2P മാർക്കറ്റ് പ്ലേസ് എന്ന് പറയാം.
ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനകത്ത് നമുക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കോയിനാണ് USDT. ഈ ഒരു കോയിനാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇതിൻ്റെ പേര് ടെതർ എന്നാണ് ഈ ഒരു USDTയുടെ ശരിക്കുള്ള പേര്. ഇപ്പോൾ ബിറ്റ് കോയിൻ നമ്മൾ BTC എന്ന് പറയുന്ന പോലെ തന്നെ ടെതർ എന്ന് പറയുന്ന ഒരു കോയിനാണ് USDT. ഈ USDTയുടെ വില എന്ന് പറയുന്നത് എപ്പോഴും ഒരു $1 ആയിരിക്കും. $1 ഈ USDTയുടെ വില എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ $ൻ്റെ വിലയെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു പ്രൈസ് ആയിരിക്കും ഈ USDTക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോളർ എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ ക്രിപ്റ്റോയ്ക്കകത്ത് USDT എന്നാണ് പറയുക. $1 = 1 USDT, ആ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് USDT എന്ന് പറയുന്നത്. അപ്പോൾ USDT ആണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ക്രിപ്റ്റോ കറൻസികൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു കോയിനാണ് USDT എന്ന് പറയുന്നത്. അതൊരു സ്റ്റേബിൾ കോയിനാണ്. സ്റ്റേബിൾ കോയിൻ മീൻസ് അതിൻ്റെ വിലയിൽ കുറവോ കൂടുതലൊന്നും ഉണ്ടായിരിക്കില്ല. USDT ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ വില കൂടുകയും കുറയുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളുടെ വിലകൾ കൂടുകയും കുറയുകയും ചെയ്യും. പക്ഷേ USDT പോലുള്ള സ്റ്റേബിൾ കോയിനുകളുടെ വില കൂടില്ല, എപ്പോഴും അതൊരു സെയിം ആയിട്ടുള്ളൊരു വില തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് USDT. അപ്പോൾ USDT ആണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് USDT ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുക? ഈ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നൊരു കാര്യമാണ് P2P എന്ന് പറയുന്നത്. P2P എന്ന് പറയുന്ന ഒരു ഫീച്ചർ, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളൊരു ഫീച്ചർ എല്ലാ എക്സ്ചേഞ്ചസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 1000 രൂപയുണ്ട്. ആൻഡ് അയാളുടെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിനകത്ത് അയാളുടെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിനകത്ത് കാശൊന്നുമില്ല, 0 ആണ്. ബി എന്ന് പറയുന്ന ആളുടെ ബാങ്ക് അക്കൗണ്ടിനകത്ത് കാശൊന്നുമില്ല, എന്നാൽ അയാളുടെ ക്രിപ്റ്റോ അക്കൗണ്ടിനകത്ത് ഒരു $10 ഉണ്ടെന്ന് വിചാരിച്ചോ. ഒരു $10 ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, $10 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 1000 രൂപയാണ് $10 വില എന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 2 ആൾക്കാരുടെ ആവശ്യം എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ആളുടെ ആവശ്യം ഈ 1000 രൂപ ഇയാളുടെ ക്രിപ്റ്റോ അക്കൗണ്ടിലേക്ക് USDT ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇതാണ് എ എന്ന് പറയുന്ന ആളുടെ ആവശ്യം. അയാളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള 1000 രൂപ അയാളുടെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിനകത്തേക്ക് USDT ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇതാണ് എ എന്ന് പറയുന്ന ആളുടെ ആവശ്യം. ബി എന്ന് പറയുന്ന ആളുടെ ആവശ്യം എന്താ? അയാളുടെ കയ്യിൽ കുറച്ച് ക്രിപ്റ്റോ ഉണ്ട്, അത് INR ആയിട്ട് അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യണം. ഇതാണ് ബി എന്ന് പറയുന്ന ആളുടെ ആവശ്യം. അപ്പോൾ ഈ 2 ആൾക്കാരെ, ഇത്തരത്തിൽ 2 ആവശ്യങ്ങളുള്ള ആളുകളെ കൂട്ടിമുട്ടിക്കുന്ന ഒരു സ്ഥലമാണ് P2P മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, പിയർ ടു പിയർ അല്ലെങ്കിൽ പീപ്പിൾ ടു പീപ്പിൾ എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം ആയിട്ട് വരുന്നത്. സോ ഇത്തരത്തിൽ ഇപ്പോൾ ഡെപ്പോസിറ്റും വിഡ്രോവലും ചെയ്യാനായിട്ട് ആവശ്യമുള്ള 2 ആൾക്കാരെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ഒരു സ്ഥലമാണ് ഈ P2P മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ? എ എന്ന് പറയുന്ന ആൾ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള 1000 രൂപ ബി എന്ന് പറയുന്ന ആളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ബി എന്ന് പറയുന്ന ആൾ അയാളുടെ കയ്യിലുള്ള ക്രിപ്റ്റോ കറൻസി എ എന്ന് പറയുന്ന ആളുടെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിനകത്തേക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ എക്ക് ഇവിടെ ഡെപ്പോസിറ്റ് നടന്നു, ബിക്ക് ഇവിടെ വിഡ്രോൾ നടന്നു. അയാളുടെ കയ്യിലുള്ള ക്രിപ്റ്റോ കറൻസി അയാൾക്ക് വേറൊരു വാലറ്റിലേക്ക് വേറൊരു എക്സ്ചേഞ്ചിലേക്ക് അയച്ചു കൊടുക്കുകയും അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫണ്ട് അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു. സോ ഒരു വിഡ്രോവൽ ബിക്ക് സാധിച്ചു കഴിഞ്ഞു. എ എന്ന് പറയുന്ന ആൾക്ക് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അയാൾ വേറൊരാൾക്ക് പൈസ അയക്കുന്നു. അയാളുടെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനകത്തേക്ക് ആ 1000 രൂപയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള USDT ഡെപ്പോസിറ്റ് ആവുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് P2P വഴി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചസിലേക്കെല്ലാം തന്നെ നമുക്കൊരു ഡെപ്പോസിറ്റും വിഡ്രോവലും സാധ്യമാവുക. ഈ ഒരു രീതിയിലാണ്. ഇതിനാണ് P2P എന്ന് പറയുന്നത്, പിയർ ടു പിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിങ്ങക്സിലേക്കായാലും അല്ലെങ്കിൽ വേറെ ഏതൊരു എക്സ്ചേഞ്ചിലേക്കായാലും നമുക്ക് ക്രിപ്റ്റോ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റും വിഡ്രോവലും സാധ്യമാവുക ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അതാണ് P2P എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ 2 ആവശ്യമുള്ള ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന ആളുകളെയും വിഡ്രോ ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന ആളുകളെയും ഇവരെ 2 പേരെയും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാ എക്സ്ചേഞ്ചസും പ്രൊവൈഡ് ചെയ്യുന്ന P2P മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. സോ ബിങ്ങക്സിനകത്ത് അതെവിടെയാണ് കാണാം? നേരെ ഇവിടെ ബൈ ക്രിപ്റ്റോ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകാം. ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ ബൈ ക്രിപ്റ്റോ എന്ന് കാണാൻ പറ്റും. അതിൽ P2P ട്രേഡിംഗ് എന്ന് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ P2P ട്രേഡിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് P2P മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അതിലൂടെ കാണാൻ പറ്റുന്നതാണ് P2P മാർക്കറ്റ് പ്ലേസ്. ഓക്കെ, സോ ഇത് ഇവിടെ അഗ്രി കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ P2P മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്താണ് നിങ്ങൾക്ക് ബൈ ഓർ സെല്ല് ചെയ്യാനായിട്ട് പറ്റുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു $1. ഓക്കെ, ഇപ്പോൾ $1 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 87.42 INR ആണ് വില വരുന്നത്. ഓക്കെ, അത് $1 വില എന്ന് പറയുന്നത് 87 രൂപയാണ്, 87 ഇന്ത്യൻ റുപ്പിയാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്കൊരിക്കലും ഒരു USDT 87 രൂപയ്ക്ക് കിട്ടില്ല.
ഓക്കെ, ഒരു USDT നിങ്ങൾക്ക് ഒരിക്കലും ഒരു 87 രൂപയ്ക്ക് കിട്ടില്ല. കാരണം എന്താ, ഈ USDT എന്ന് പറയുന്നത് എല്ലാ ട്രേഡേഴ്സിനും ഭയങ്കര ആവശ്യമുള്ളൊരു കാര്യമാണ്. USDT എന്ന് പറയുന്ന ടെതർ എന്ന് പറയുന്ന സ്റ്റേബിൾ കോയിൻ എല്ലാ ട്രേഡേഴ്സിനും ഭയങ്കരമായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ USDT റീസെല്ല് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളും ക്രിപ്റ്റോ മാർക്കറ്റിലുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു 88 രൂപയ്ക്ക്, അതായത് ഒരു USDTക്ക് 88 രൂപ എന്ന് പറയുന്ന നിരക്കിൽ വാങ്ങുന്നു, വേറൊരാൾക്ക് സെല്ല് ചെയ്യുമ്പോൾ അത് 90 രൂപയ്ക്കും 92 രൂപയ്ക്കൊക്കെ വിൽക്കുന്നു. അങ്ങനെ ചെറിയ ഒരു ലാഭം എടുത്തുകൊണ്ട് ഈ USDT റീസെല്ല് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളും മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു എക്സ്ചേഞ്ചിനകത്ത് പോയാലും നിങ്ങൾക്ക് P2Pക്ക് അകത്ത് നിന്ന് ഒരു USDT = 87 രൂപ, അതായത് ശരിക്കുമുള്ള വിലയ്ക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഈ USDT കിട്ടില്ല. ഓക്കെ, നിങ്ങൾക്കൊരു 90 രൂപയോ 89 രൂപയോ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും ഒരു USDT വാങ്ങാനായിട്ട്. പക്ഷേ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് സെല്ല് ചെയ്യുമ്പോഴും അതേ സെയിം വിലയ്ക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും അവിടെ വരുന്നില്ല. നിങ്ങൾക്ക് ബൈ ചെയ്യുമ്പോൾ കൂടുതൽ കാശും സെല്ല് ചെയ്യുമ്പോൾ കുറവ് കാശും അങ്ങനെയൊന്നും വരില്ല. ബൈ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര രൂപയ്ക്കാണോ ബൈ ചെയ്തത് അതേ രൂപയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ സെല്ല് ചെയ്യാൻ പറ്റും. 89 രൂപയ്ക്കാണ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ 89 രൂപയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ സെല്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ആ ഒരു മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ എന്താ ഈ P2P ട്രേഡിങ്ങിനകത്ത് ഞാൻ ഇവിടെ ബൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബൈ ചെയ്യാനാണ് ആവശ്യമെന്ന് പറയുന്നുണ്ട് ഞാൻ. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും എന്താ സുദീപ് ഇന്ത്യ, ABC കോയിൻ, അങ്ങനെ പല ആളുകൾ അവർ വിൽക്കാനിട്ടിട്ടുള്ള പ്രൈസ് കാണാൻ പറ്റും. ഈ സുദീപ് ഇന്ത്യ എന്ന് പറയുന്ന ആൾ 92 രൂപയ്ക്ക് 92.36 രൂപയ്ക്കാണ് ഒരു USDT വിൽക്കുന്നത്. അയാളുടെ കയ്യിൽ 372 USDT ഉണ്ട്. ABC എന്ന് പറയുന്ന ആൾ 92.4 രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത്. സോ അയാളുടെ കയ്യിൽ 32.85 USDT ഉണ്ട്. അപ്പോൾ ഓരോ ആളുകളും എത്ര രൂപയ്ക്കാണ് വിൽക്കാനായിട്ട് ഇട്ടിട്ടുള്ളത്, അവരുടെ കയ്യിൽ എത്ര USDT ഉണ്ട് എന്നുള്ള കാര്യം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് സെല്ലാണ് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലുള്ള USDT വിഡ്രോ ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നേരെ സെല്ലിലേക്ക് പോവാം. അപ്പോൾ അവിടെയും നമുക്ക് ഓരോ ആളുകളും 91 രൂപയ്ക്ക് വാങ്ങാനായിട്ട് സത്യാർത്ഥ് സിംഗ് എന്ന് പറയുന്ന ആൾ 91 രൂപയ്ക്ക് വാങ്ങാൻ റെഡിയാണ്. ട്രേഡർ എന്ന് പറയുന്ന ഒരാൾ 91.82 രൂപയ്ക്ക് വാങ്ങാനായിട്ട് റെഡിയാണ്. അങ്ങനെ ഓരോ ആളുകളും എത്ര രൂപയ്ക്കൊക്കെയാണ് വാങ്ങാനായിട്ട് തയ്യാറായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം എന്താ, ബൈ ആണോ സെല്ലാണോ, നമുക്ക് ഡെപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത് വിഡ്രോവലാണ് ചെയ്യേണ്ടത്. തൽക്കാലത്തേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിതാ ഇവിടെ അവരുടെ പേയ്മെൻറ്റ് മെത്തേഡ് കാണാൻ പറ്റുന്നുണ്ട്. ഡിജിറ്റൽ റുപ്പി ഉണ്ട്, UPI ഉണ്ട്, IMPS ഉണ്ട്, അങ്ങനെ പല പേയ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് UPI, ഓക്കെ, ഈ AK ബ്രാൻഡ് എന്ന് പറയുന്ന ആൾ UPI ആണ് ആളുടെ പേയ്മെൻറ്റ് മെത്തേഡ്. സോ ഞാൻ അവിടെ ബൈ USDT ക്ലിക്ക് ചെയ്യുകയാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ എത്ര രൂപയാണ് അയാൾക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാൻ തൽക്കാലത്തേക്ക് ഒരു 2000 എൻ്റർ ചെയ്യാണ്. സോ ഞാൻ 2000 രൂപ അയാൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 21.52 USDT എനിക്ക് എൻ്റെ ഈ ബിങ്എക്സിൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടും. ബിങ്എക്സിൻ്റെ ആ ഒരു വാലറ്റിലേക്ക് കിട്ടും. ഓക്കെ, 2000 രൂപ ഞാൻ ഈ AK ബ്രാൻഡ് എന്ന് പറയുന്ന ആൾക്ക് ഞാൻ അയച്ചു കൊടുക്കുകയാണ്, അയാളുടെ UPI ID വഴി അയച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ 21.52 USDT എനിക്ക് അയാൾ അയച്ചു തരും. അപ്പോൾ ഞാൻ ഇവിടെ ഈ ടിക്ക് ഓണാക്കിയിട്ട് ഞാൻ ബൈ USDT ക്ലിക്കുകയാണ്. ഓക്കെ, ബൈ USDT ക്ലിക്ക് ചെയ്യുമ്പോൾ അയാളുടെ UPI ID കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ UPI IDയിലേക്ക് നമ്മൾ ഫണ്ട് അയച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ പെയ്ഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ഈ പെയ്ഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ AK ബ്രാൻഡ് എന്ന് പറയുന്ന ആൾ അയാളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ കൃത്യമായിട്ട് ഈ 2000 അയച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ അയച്ചിട്ടുണ്ട് എന്ന് അയാൾക്ക് ബോധ്യമാവുകയാണ്, അയാൾക്ക് കൃത്യമായിട്ട് ആ ഫണ്ട് കിട്ടുകയാണെങ്കിൽ അയാൾ ഈ 21 USDT നമ്മുടെ ഈ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലേക്ക് അയാൾ റിലീസ് ചെയ്ത് തരും. ഇതാണ് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ലൈവായിട്ടൊരു ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കിത് ഒരു 14 മിനിറ്റേ ഉള്ളൂ അത് പേ ചെയ്യാനായിട്ട്. സോ ഞാനത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. സോ കൃത്യമായിട്ട് കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇയാളുമായിട്ട് ചാറ്റ് ചെയ്യാം, ഇയാളുമായിട്ട് ജസ്റ്റ് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ അയക്കാമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമുക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ ചാറ്റ് ചെയ്യാം. സോ ആ രീതിയിലാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റാം. ഓക്കെ, സോ ഞാൻ തൽക്കാലത്തേക്ക് ക്യാൻസൽ ഓർഡർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സംശയങ്ങൾ എനിക്കറിയാം, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഞാൻ ക്യാൻസൽ ഓർഡർ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഡൗട്ടാണ്, ഇപ്പോൾ നമ്മൾ പൈസ അയച്ച് കൊടുത്തിട്ടും അയാൾ നമുക്ക് USDT റിലീസ് ചെയ്ത് തന്നില്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഇത് വാങ്ങണം, അതായത് നമുക്കിത് വേണം എന്നുള്ള രീതിയിൽ നമ്മളത് 21.52 USDT വേണം, 2000 രൂപ അയക്കാമെന്നുള്ള രീതിയിൽ നമ്മളത് പേ ചെയ്യാനുള്ള ഒരു സെക്ഷനിലേക്ക് പോയല്ലോ. നമ്മൾ പേ ചെയ്യാൻ റെഡിയാണെന്ന് പറയുമ്പോൾ തന്നെ ഈ 21.52 USDT നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള, അയാൾ നമുക്ക് അയച്ചു തരേണ്ടതായിട്ടുള്ള ആ 21.52 USDT അയാളുടെ എക്സ്ചേഞ്ചിനകത്ത് ഫ്രീസ് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഈ ഓർഡർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് ഈ 21.52 USDT തൊടാൻ പോലും പറ്റുള്ളൂ. ചില സ്കാമേഴ്സ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അത് ക്യാൻസൽ ചെയ്യാനായിട്ട്, നമ്മൾ പേയ്മെൻറ്റ് വേണ്ടാന്ന് പറയുമ്പോൾ അവർ ക്യാൻസൽ ചെയ്യാനായിട്ട് പറയും, നമ്മൾ ഓർഡർ ക്യാൻസൽ ചെയ്യാനായിട്ട് പറയും. ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ പേ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ഓർഡർ ക്യാൻസൽ ചെയ്യരുത്. കാരണം ആ ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ
അവർക്ക് ആ ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം അതവിടെ ഫ്രീസ് ആയിട്ട് കൊടുക്കും. അവരുടെ എക്സ്ചേഞ്ചിനകത്ത് ഫ്രീസ് ആയിട്ട് കൊടുക്കും. നമ്മൾ ഇവരുടെ കസ്റ്റമർ ബിങ്എക്സിൻ്റെ ആയാലും മറ്റേ ഏത് എക്സ്ചേഞ്ചിൻ്റെ ആയാലും കസ്റ്റമർ കെയർ പോയിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവർ ആ ഫണ്ട് നമ്മൾ പൈസ അയച്ച് കൊടുത്തിട്ടും ഇയാൾ ഫണ്ടൊന്നും അയച്ച് തരുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ അവരുടെ ബിങ്എക്സിൻ്റെ ആയാലും മറ്റേത് എക്സ്ചേഞ്ചിൻ്റെ ആയാലും കസ്റ്റമർക്ക് സപ്പോർട്ടിൽ പോവുക, കാര്യം പറയുക, നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ സ്ക്രീൻഷോട്ടും കാണിച്ചു കൊടുക്കുക. അവർ ആ ഒരു ഫണ്ട് നമുക്ക് റിലീസ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാ എക്സ്ചേഞ്ചസും വളരെ സേഫ് ആയിട്ടുള്ള രീതിയിലാണ് ഈ P2P എന്ന് പറയുന്ന കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ടെൻഷൻ അടിക്കണം, നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു പോകുന്ന സിറ്റുവേഷനൊന്നും അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് P2P നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഇനി വിഡ്രോവലിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. വിഡ്രോവലും ഇതുപോലെ തന്നെ ഞാൻ സെല്ല് കൊടുക്കുന്നുണ്ട്. സെല്ല് കൊടുത്തിട്ട് നമുക്കിതാ എത്ര ഏത് ട്രേഡറെയാണ് വേണ്ടത്, ഞാൻ ഇയാൾക്ക് തന്നെ സെല്ല് ചെയ്യുന്നുണ്ട്. സെല്ല് USDT ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡോളർ എത്രയാണ്, ഞാൻ $100 USDT ഞാൻ സെല്ല് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ 9,200 രൂപയായിരിക്കും എനിക്ക് 100 USDT സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് പോകുന്നത്. ആൻഡ് ഞാനിവിടെ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡ്, ഞാനിപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് ഏതാണെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡ് UPI ആണെങ്കിൽ UPI, ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ ഒക്കെ എല്ലാം ഉണ്ട്. സോ അത് ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ആൻഡ് അത് സെലക്ട് ചെയ്ത് നമ്മൾ സെല്ല് USDT ക്ലിക്ക് ചെയ്യാം. ആ സെല്ല് USDT ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സഹു ട്രേഡർ, അയാളുടെ പേര് സഹു ട്രേഡർ എന്നാണ്. ഈ സഹു ട്രേഡർ എന്ന് പറയുന്ന ആൾ 9,200 രൂപ നമ്മുടെ ആ ഒരു UPI ID അയച്ചു തരും. അത് നമുക്ക് കൃത്യമായിട്ട് റിസീവ് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ 100 USDT നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കുക. നമുക്കത് ഐ ഹാവ് റിസീവ്ഡ് ദ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക, അത് റിലീസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇത് വിഡ്രോ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറയുന്നത്. ഇവിടെയും നിങ്ങൾക്ക് സംശയം വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ പല ആളുകളിൽ നിന്ന് കേട്ട് പരിചയമുള്ളൊരു കാര്യമായിരിക്കും നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ആകുന്നൊരു കാര്യം. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഈ P2P ട്രേഡിംഗ് ചെയ്യുമ്പോൾ ഫ്രീസ് ആകുന്നൊരു കാര്യം. ഇത് P2P നമ്മുടെ ക്രിപ്റ്റോ ട്രേഡിങ്ങിൻ്റെ പ്രശ്നമല്ല. നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ടൊരു ഇടപാട് നടത്തുമ്പോൾ, സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ UPI ഇടപാട് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാട് നടത്തുമ്പോൾ അവർ നമുക്ക് അയക്കുന്ന ഫണ്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഫ്രോഡ് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ടാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ടാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുമ്പോഴായിരിക്കും അതവിടെ ലീൻ മാർക്ക് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ആകപ്പെടാം. ഓക്കെ, അത് ക്രിപ്റ്റോൻ്റെ പ്രശ്നമല്ല. മൊത്തത്തിൽ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആരുമായിട്ട് നമ്മളൊരു ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ക്രിപ്റ്റോയിൽ അത് ഇത്തിരി കൂടുതലാണെന്ന് മാത്രം. അപ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങളിതാ ഇവിടെ അത്യാവശ്യം ഒരുപാട് ഇപ്പോൾ ഇയാളുടെ 30 ദിവസത്തെ ട്രേഡ് വെറും 6 എണ്ണം മാത്രമാണ്. സോ ഇയാൾ ഒഴിവാക്കുക. ഇയാളിതാ സത്യർത്ത് സിംഗ് എന്ന് പറയുന്ന ആൾ 30 ദിവസം കൊണ്ട് 65 ട്രേഡ് ചെയ്തിട്ടുണ്ട്. ട്രേഡർ എന്ന് പറയുന്ന ആൾ 30 ദിവസം കൊണ്ട് 138 ട്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കൂടുതൽ തവണ ട്രേഡ്സ് നടത്തിയിട്ടുള്ള ആൾക്കാരുമായിട്ട് മാത്രം നമ്മളൊരു ട്രാൻസാക്ഷൻ, നമ്മളൊരു ഇടപാട് നടത്തുകയാണെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് അറിയാവുന്ന ആളുകളുമായിട്ട്, സ്ട്രേഞ്ചേഴ്സ് അല്ലാത്ത നമുക്ക് നേരിട്ട് അറിയാവുന്ന ആളുകളുമായിട്ട് മാത്രം ഇടപാട് നടത്തുകയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതി. അതിന് സാധിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഏറ്റവും കൂടുതൽ ട്രേഡ്സ് എടുത്തിട്ടുള്ള ആളുകളുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് UPI ഇടപാട് നടത്താം, അല്ലെങ്കിൽ P2P ഇടപാട് നടത്താം. ഓക്കെ, അപ്പോൾ അതാണ് P2P എന്ന് പറയുന്ന പരിപാടി. ഈ രീതിയിലാണ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഫണ്ട് ഡെപ്പോസിറ്റും, ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വിഡ്രോവലും ചെയ്യാൻ സാധിക്കുക ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് P2P ട്രേഡിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ P2P മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ഒരു USDT വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡെപ്പോസിറ്റും വിഡ്രോവലും. എക്സ്ചേഞ്ചിനകത്തേക്ക് ഡെപ്പോസിറ്റും വിഡ്രോവലും ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫണ്ട് എവിടെയാണ് കാണാൻ പറ്റുക. റൈറ്റ് സൈഡിലൂടെ അസറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഈ അസറ്റ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ടോട്ടൽ അസറ്റ്സ് കാണാൻ പറ്റും. അതിൽ ഫണ്ട് അക്കൗണ്ട് എടുക്കുക. ഓക്കെ, ഫണ്ട് അക്കൗണ്ട് എടുക്കുമ്പോൾ ഈ ഫണ്ട് അക്കൗണ്ടിലായിരിക്കും നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് എടുക്കുന്നുണ്ടായിരിക്കുക. അതായത് ഇപ്പോൾ എൻ്റെ ഫണ്ട് അക്കൗണ്ടിൽ ഒരു 113 USDT എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ P2P ചെയ്തിട്ടുള്ള ഒരു USDT ആണ് വിചാരിച്ചോ, ഞാൻ P2P വഴി കുറച്ച് USDT വാങ്ങിയെന്ന് വിചാരിച്ചോ, ഒരു $113 113 USDT എൻ്റെ ഈ ഫണ്ട് അക്കൗണ്ടിൽ എടുക്കുന്നുണ്ട്. ഈ ഫണ്ട് അക്കൗണ്ടിൽ എടുക്കുന്ന ഫണ്ട് വെച്ചിട്ടാണ് നമുക്ക് ക്രിപ്റ്റോ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ബിറ്റ്കോയിൻ വാങ്ങണം, എത്തേറിയം വാങ്ങണം, ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസിയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് അക്കൗണ്ടിലുള്ള ഫണ്ട് വെച്ചിട്ടാണ് നമുക്ക് വാങ്ങാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വാങ്ങാൻ പറ്റുക, നമ്മൾ നേരെ ഇവിടെ സ്പോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഏറ്റവും ടോപ്പിൽ സ്പോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ സ്പോട്ട് എന്ന് പറയുന്ന ട്രേഡ് ഹോട്ട് അസറ്റ്സ് ഇൻ മിനിറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ആ സ്പോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമുക്ക് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാൻ പറ്റുക. ബിറ്റ്കോയിനും എത്തേറിയവും അല്ലെങ്കിൽ ഏത് ക്രിപ്റ്റോ കറൻസികളാണെങ്കിലും അത് വാങ്ങാൻ പറ്റിയ വഴിയാണ്. ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇവിടെ APT USDT എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റുന്നത്. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കോയിൻസ് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഇപ്പോൾ BTC/USDT, എന്താണ് ഈ BTC/USDT? നമ്മുടെ കയ്യിൽ USDT ആണുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന അസറ്റ്സ് ആണ് ഈ USDT ഇട്ട് കാണാൻ പറ്റുന്നത്.
നിങ്ങളുടെ കയ്യിൽ USDC എന്ന് പറയുന്ന സ്റ്റേബിൾ കോയിൻ ആണെങ്കിൽ അത് വെച്ചുകൊണ്ട് വാങ്ങാൻ പറ്റുന്ന കോയിൻസാണ് BTC USDC, Doge USDC, ETH USDC. ഇതൊക്കെ നിങ്ങൾക്ക് USDC കയ്യിലുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റുന്ന അസറ്റ്സ് ആണ്. ഓക്കെ, BTC ബിറ്റ്കോയിൻ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തേറിയം വാങ്ങാൻ പറ്റും. എത്തേറിയം മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. എത്തേറിയം ബിറ്റ്കോയിൻ വാങ്ങാൻ പറ്റും. ബിറ്റ്കോയിൻ കൊടുത്തുകൊണ്ട് എത്തേറിയം വാങ്ങാൻ പറ്റും. അതാണ് എത്തേറിയം BTC. ഇനി ETH കൊടുത്തുകൊണ്ട് എത്തേറിയം കൊടുത്തുകൊണ്ട് വാങ്ങാൻ പറ്റുന്ന അസറ്റ്സ് ഒന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ഇല്ല. സോ നമ്മൾ എപ്പോഴും USDT തന്നെയാണ് യൂസ് ചെയ്യുക. സോ USDT BTC/USDT ഏത് കോയിൻ ആണെങ്കിൽ അതിൻ്റെ USDT പെയർ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബിറ്റ്കോയിൻ ആണ് വാങ്ങേണ്ടത്, BTC USDT സെലക്ട് ചെയ്യുക. ബിറ്റ്കോയിൻ ആണ് വാങ്ങേണ്ടതെങ്കിൽ BTC USDT സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു ചാർട്ടൊക്കെ കാണാൻ പറ്റുന്ന ഈ ഒരു ഇതിലേക്ക് എത്തും. ഓക്കെ, ആൻഡ് നമുക്ക് എങ്ങനെയാണ് വാങ്ങാൻ പറ്റുക, അതാണ് അടുത്തതായിട്ടുള്ള ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ബൈ എന്നും സെൽ എന്നും പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ മാർക്കറ്റ് ഓർഡർ ഉണ്ട്, ലിമിറ്റ് ഓർഡർ ഉണ്ട്, TPRSL ഉണ്ട്. അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് വാങ്ങാൻ പറ്റുന്ന ക്വാണ്ടിറ്റി കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് എത്ര ഈ സ്ലൈഡർ നീക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ സ്ലൈഡർ നീക്കുമ്പോൾ ഇവിടെ ഒരു പെർസെൻറ്റേജ് കാണാൻ പറ്റും. ഇപ്പോൾ ഇതൊരു 50% അതായത് നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 50% കൊടുത്തുകൊണ്ട് BTC വാങ്ങുക എന്നുള്ളതാണ് ഈ സ്ലൈഡർ 50% വെക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ സ്ലൈഡർ 100% നീക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് മുഴുവൻ കൊടുത്തുകൊണ്ട് 100% ക്യാപിറ്റലും കൊടുത്തുകൊണ്ട് ബിറ്റ്കോയിൻ വാങ്ങാം. ഇതാണ് നമ്മൾ ഈ സ്ലൈഡർ 100% വയ്ക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിത് മാറ്റി വെക്കാനായിട്ട് പറ്റും. നമുക്കിത് സ്ലൈഡർ നീക്കിക്കൊണ്ട് എത്ര ശതമാനത്തിന് വാങ്ങണം എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ തീരുമാനിക്കാനായിട്ട് പറ്റും. ഇതിനോട് ബൈ BTC ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടെ ബൈ ആവുന്നതായിരിക്കും. ഇതാണ് ഒരു കോയിൻ വാങ്ങുന്ന ഒരു രീതി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾക്കത് വളരെ സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റും. $10 ഒരു $5 കയ്യിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ക്രിപ്റ്റോ കറൻസി വാങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, അത്ര വലിയ എമൗണ്ട് ഒന്നും കയ്യിൽ ആവശ്യമില്ല. ഒരു $5 കയ്യിലുണ്ടെങ്കിൽ, $5 കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിറ്റ്കോയിനോ ഏത് കോയിൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാനായിട്ട് പറ്റും. ഈ സ്പോട്ട് ട്രേഡിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്തെങ്കിൽ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ബിറ്റ്കോയിൻ ഒരു 10 രൂപയിൽ നിൽക്കുമ്പോൾ നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങി, അതിൻ്റെ വില 11, 12, 13 മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ഈ സ്പോട്ട് ട്രേഡിങ്ങിൽ ലാഭം കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനം അതിൻ്റെ വില മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് സ്പോട്ട് ട്രേഡിങ്ങിൽ ലാഭം കിട്ടുള്ളൂ. പക്ഷേ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ലാഭം കിട്ടുക പ്രൈസ് മുകളിലേക്ക് പോയാലും ലാഭം കിട്ടും, താഴേക്ക് പോയാലും ലാഭം കിട്ടും. നമുക്ക് മുകളിലേക്ക് പോകുമെന്നാണ് തോന്നുന്നതെങ്കിൽ നമുക്കവിടെ ലോങ് പൊസിഷൻ എടുത്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. താഴേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുത്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 2 ടൈപ്പ് പൊസിഷൻസ് നമുക്ക് ഫ്യൂച്ചേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റ് ഓർഡർ എന്താ, ലിമിറ്റ് ഓർഡർ എന്താ, ഈ TPRSL അഥവാ ഇവിടെ ട്രിഗർ ഓർഡർ എന്ന് പറയും. ഓക്കെ, ട്രിഗർ ഓർഡർ, കണ്ടീഷണൽ ഓർഡർ എന്ന് പറയും. ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ഇത് 3ഉം ഒരേ സെയിം ആണ്. 3ഉം കണ്ടീഷൻസ് വെച്ചുകൊണ്ട് പ്ലേസ് ചെയ്യുന്ന ഓർഡേഴ്സാണ്. അപ്പോൾ ആദ്യമേ തന്നെ മാർക്കറ്റ് ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺ ദ സ്പോട്ടിൽ ഈ കോയിൻ വാങ്ങണം. ബിറ്റ്കോയിൻ്റെ ഇപ്പോഴത്തെ വിലയിൽ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യുക. എത്ര എമൗണ്ടിനാണ്, എത്ര USDT വെച്ചിട്ടാണ് വാങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ബൈ BTC കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണോ, ബിറ്റ്കോയിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണോ ആ പ്രൈസിൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്കിത് വാങ്ങാനായിട്ട് പറ്റും. ഇതാണ് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു പ്രൈസിലാണോ വാങ്ങേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലിയർ ആയിട്ടെ, ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ജസ്റ്റ് പറയുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു 50 രൂപയിൽ നിൽക്കുകയാണ്. 50 രൂപയിൽ നിൽക്കുകയാണ്. ഇതൊരു 40 രൂപയിലേക്ക് എത്തുമ്പോൾ, പ്രൈസ് ഇറങ്ങി 40 രൂപയിലേക്ക് എത്തുമ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 40 രൂപയിൽ ഇത് ബൈ ചെയ്യണമെന്നുള്ളൊരു ലിമിറ്റ് ഓർഡർ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 50 രൂപയിൽ നിൽക്കുന്ന സാധനം താഴേക്ക് ഇറങ്ങിയിട്ട് 40 രൂപയിലേക്ക് എത്തുമ്പോൾ അത് ബൈ ചെയ്യണമെന്നുള്ളൊരു ലിമിറ്റ് ഓർഡർ നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ബൈ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇപ്പോൾ ഉള്ള വിലയേക്കാളും താഴെയുള്ള വിലയിൽ മാത്രമേ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. 50 രൂപയിലാണ് പ്രൈസ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും 50-ന് താഴെയുള്ളൊരു പ്രൈസിൽ മാത്രമേ നിങ്ങൾ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ, ഇപ്പോൾ നിങ്ങൾ റിയൽ ലൈഫ് തന്നെ എടുക്കുക, ഒരു 50 രൂപ വിലയുള്ള സാധനം, ഈ 50 രൂപ വിലയുള്ള സാധനം ഒരാൾ വന്നിട്ട് നിങ്ങളൊരു 50 രൂപ നിങ്ങളൊരു സാധനം വിൽക്കാൻ നിൽക്കുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ള സാധനത്തിൻ്റെ വില 50 രൂപയാണ്. ഒരാൾ വന്നിട്ട് പറയുകയാണ് 60 രൂപയ്ക്ക് എനിക്കിത് വാങ്ങണം, എനിക്കിത് വേണമെന്ന് പറയുകയാണെങ്കിൽ ആ 50 രൂപ വിലയുള്ള സാധനം അതിൻ്റെ വില 60ലേക്ക് ഉയരുന്നതിന് മുൻപേ തന്നെ നമുക്കത് സെല് ചെയ്യാൻ പറ്റും. ആ റിയൽ ലൈഫ് യൂസ് കേസ്, ആ റിയൽ ലൈഫുള്ള സിറ്റുവേഷൻ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 50 രൂപ വിലയുള്ള സാധനം നമ്മളൊരു 60 രൂപയ്ക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ അത് ഓൺ ദ സ്പോട്ട് എടുത്ത് തരും. ഓൺ ദ സ്പോട്ടിലുള്ള സാധനം നമുക്ക് തരും. നേരെ മറിച്ച് 50 രൂപ വിലയുള്ള സാധനം 30 രൂപയ്ക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ വില 50-ൽ നിന്നും 30-ലേക്ക് ഇറങ്ങി വരുമ്പോൾ മാത്രമേ, അതിൻ്റെ വില 50-ൽ നിന്നും കുറഞ്ഞ് 30-ൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് ആ സാധനം കിട്ടുള്ളൂ, അല്ലേ? ആ ഒരു ലോജിക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാം. 50 രൂപയിൽ നിൽക്കുന്ന പ്രൈസ് നമ്മളൊരു 55 രൂപയിൽ വാങ്ങണമെന്ന് പറയുകയാണ്. 55 രൂപയിൽ വാങ്ങണമെന്നുള്ളൊരു ലിമിറ്റ് ഓർഡർ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ
ആ പ്രൈസ് 50-ൽ നിൽക്കുമ്പോൾ തന്നെ 55-ൽ നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞു. നമുക്കവിടെ ലോസാണ്. കാരണം അത് 55-ലേക്ക് എത്തിയിട്ടില്ല. അത് സ്റ്റിൽ 50-ലാണ് നിൽക്കുന്നത്. നമ്മൾ 55-ൽ ബൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ബൈ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഇപ്പോഴത്തെ വിലയേക്കാളും താഴെയുള്ള വിലയിൽ വേണം നിങ്ങൾ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ പ്രൈസ് താഴേക്ക് വന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിലയിൽ എത്തുമ്പോൾ അവിടെ നിങ്ങൾ വിചാരിച്ച പോലെ ഒരു ബൈ അവിടെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ 50 രൂപയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബിറ്റ് കോയിൻ്റെ ലൈവ് ചാർട്ട് വെച്ച് പറയുകയാണെങ്കിൽ ബിറ്റ് കോയിൻ്റെ ഇപ്പോഴത്തെ വില $97,000. സോ $97,000 നിന്ന് $90,000 എത്തുമ്പോൾ വാങ്ങണം. അതാണ് നിങ്ങളുടെ ആവശ്യം. നിങ്ങൾക്ക് അറിയില്ല എപ്പോഴാണ് 90,000 എത്താമെന്ന് അറിയില്ല. 97,000 നിൽക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഇന്നത്തേക്കാം, ചിലപ്പോൾ നാളത്തേക്കാം, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേക്കാം, നിങ്ങൾക്കറിയില്ല. അപ്പോൾ 97,000 നിന്ന് 90,000 എത്തുമ്പോൾ നിങ്ങൾക്ക് അത് ബൈ ചെയ്യണം. അതാണ് നിങ്ങളുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ലിമിറ്റ് ഓർഡർ സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്രൈസ് ഇവിടെ 90,000 കൊടുക്കുക. ഓക്കെ, 90,000 കൊടുക്കുക. എന്നിട്ട് എമൗണ്ട് നിങ്ങൾക്ക് ഈ സ്ലൈഡർ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എത്ര എമൗണ്ടിൻ്റെ അത് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്ലൈഡർ നോക്കിക്കൊണ്ട് അത് സെലക്ട് ചെയ്യുക. ഇതിനോട് ബൈ BTC കൊടുക്കുക. ഓക്കെ, ബൈ BTC ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ താഴെ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. $90,000 ഇവിടെ ഒരു ലൈൻ വരുന്നത് കാണാൻ പറ്റും. സോ ഈ ലൈനിലേക്ക് പ്രൈസ് എത്തുമ്പോഴാണ് നിങ്ങളതോടെ ബൈ ചെയ്യുക. $90,000 ബിറ്റ് കോയിൻ പ്രൈസ് ഇറങ്ങി വരുമ്പോൾ നിങ്ങളതോടെ ബൈ ചെയ്യുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ആ ബൈ അവിടെ എക്സിക്യൂട്ട് ആകുന്നതായിരിക്കും. ഇതാണ് ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഓർഡർ പഠിച്ചു, ലിമിറ്റ് ഓർഡർ പഠിച്ചു. മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഈ സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യുക. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വിലയിലേക്ക് അത് ഇറങ്ങി വരുമ്പോൾ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇതാണ് മാർക്കറ്റ് ഓർഡറും ലിമിറ്റ് ഓർഡറും. ഇനി മൂന്നാമതായിട്ടുള്ളത് TPORSL എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ ഓർഡറാണ്. അത് വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ, നമുക്കത് അത്യാവശ്യം അത് അധികം ആവശ്യം വരാത്തൊരു ഓർഡറാണ്. ഞാൻ എന്തായാലും പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഒരു അനാലിസിസോ എന്തെങ്കിലും ഒരു ഐഡിയ വരാണ് നിങ്ങൾക്ക് ഐഡിയ എന്ന് പറയുന്നത് പ്രൈസ് 50-ൽ നിൽക്കുന്നുണ്ട്. 50-ൽ നിൽക്കുന്ന പ്രൈസ് ഒരു 60-ലേക്ക് പോയിട്ട് തിരിച്ച് 40-ലേക്ക് എത്തുമ്പോൾ, ഓക്കെ, 50-ൽ നിൽക്കുന്ന പ്രൈസ് ആദ്യം 60-ലേക്ക് പോയിട്ട് ദെൻ 40-ലേക്ക് എത്തുമ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ബൈ ചെയ്യേണ്ടത്. 50-ൽ നിന്നും നേരിട്ട് 40-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബൈ ചെയ്യേണ്ട. ആദ്യം 60-ൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് 40-ലേക്ക് എത്തുമ്പോൾ മാത്രം ബൈ ചെയ്താൽ മതി. ഇതാണ് നിങ്ങളുടെ ആവശ്യമെന്ന് വിചാരിക്കുക. ഇതെപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരുന്നൊരു കാര്യമല്ല, ഒരു കണ്ടീഷൻ മാത്രമാണ്, ഒരു കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഓർഡർ മാത്രമാണ്. ഇതാണ് ആവശ്യമെന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളിവിടെ ഈ TPORSL എന്ന് പറഞ്ഞൊരു ഓർഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ട്രിഗർ പ്രൈസും ഓർഡർ പ്രൈസും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം 60-ലേക്കാണല്ലോ എത്തേണ്ടത്. 60-ലേക്ക് പോയതിന് ശേഷമാണല്ലോ നിങ്ങൾക്ക് 40-ലേക്ക് വാങ്ങേണ്ടത്. അപ്പോൾ ഈ 60 എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ട്രിഗർ പ്രൈസ് എന്ന് പറയുന്നത്. 40 എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഓർഡർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ട്രിഗർ പ്രൈസ് 60 കൊടുക്കുക, ഓർഡർ പ്രൈസ് 40 കൊടുക്കുക. സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് 50-ൽ നിന്നും പ്രൈസ് 60-ലേക്ക് എത്തുമ്പോൾ ഈ ട്രിഗർ പ്രൈസ് അവിടെ എക്സിക്യൂട്ട് ആവും. ട്രിഗർ പ്രൈസ് എക്സിക്യൂട്ട് ആകുമ്പോഴാണ് താഴെ 40-ൽ ഒരു ഓർഡർ പ്ലേസ് ആവുക. പിന്നെ എന്താ സംഭവിക്കുക? പിന്നെ നമ്മുടെ പഴയ ലിമിറ്റ് ഓർഡർ തന്നെ ട്രിഗർ പ്രൈസിൽ നിന്നും പ്രൈസ് താഴേക്ക് വരുന്നു, നമ്മുടെ ഓർഡർ പ്രൈസിലേക്ക് എത്തുന്നു, അതവിടെ എക്സിക്യൂട്ട് ആവുന്നു, ബൈ ചെയ്യുന്നു. സോ ഒരു കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഓർഡറാണ്. അതധികം ആവശ്യം വരാത്തൊരു ഓർഡറാണ്, പക്ഷേ ഞാനിതിൽ ഉള്ളതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ഒരു ട്രിഗർ പ്രൈസ് ഉണ്ടായിരിക്കും, ഓർഡർ പ്രൈസ് ഉണ്ടായിരിക്കും. സോ നമുക്ക് ഏത് പ്രൈസിലേക്കാണ് ആദ്യം എത്തേണ്ടതെന്നുണ്ടെങ്കിൽ അത് ട്രിഗർ പ്രൈസ് ആയിട്ട് കൊടുക്കുക. അതിന് താഴെയുള്ള പ്രൈസ് ഓർഡർ പ്രൈസ് ആയിട്ട് കൊടുക്കുക. ഇതാണ് ട്രിഗർ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സാധാരണ നോർമൽ കേസസിൽ നമുക്കിപ്പോൾ ഒരു ട്രേഡ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനോ ഒന്നും തന്നെ ഈ ഒരു ഓപ്ഷനോ ആവശ്യം വരാറില്ല. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. അതാണ് ആ ഒരു ഓർഡർ. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്പോട്ട് മാർക്കറ്റിലായാലും ഫ്യൂച്ചേഴ്സിലായാലും ഈ 3 ഓർഡേഴ്സാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് നമുക്കത് ആ കോയിൻ ഏത് രീതിയിൽ വാങ്ങണം, ഏത് പ്രൈസിലെത്തുമ്പോൾ വാങ്ങണം എന്നുള്ള കാര്യങ്ങൾ നമുക്കവിടെ ചെയ്യാൻ പറ്റാം. ഇതാണ് ബൈ ചെയ്യുന്ന രീതി. സ്പോട്ട് മാർക്കറ്റിൽ ഒരു കോയിൻ ബൈ ചെയ്യുന്ന രീതി ഇതാണ്. ഇനി സെല്ല് ചെയ്യുന്ന രീതിയിലേക്ക് പോയിക്കാണെങ്കിൽ നമ്മൾ ഇത് സെയിം ഓർഡേഴ്സ് ആണ്. സെയിം മാർക്കറ്റ് ഓർഡറും ലിമിറ്റ് ഓർഡറും TPORSL ഒക്കെ അവിടെയുണ്ട്. ഓക്കെ, ട്രിഗർ ഓർഡർ ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ ഇത് സെല്ല് ചെയ്യുന്ന രീതിയും സെയിം തന്നെയാണ്. ഇപ്പോൾ സെല്ലിൽ പോയിട്ട് നമ്മൾ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കോയിൻ ഓൺ ദ സ്പോട്ടിൽ ഇപ്പം തന്നെ സെല്ല് ചെയ്യണം. അതിനാണ് നമ്മൾ മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യുക. സെല്ലിൽ പോവുക, മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യുക. നമ്മൾ വാങ്ങിയിട്ടുള്ള കോയിൻ്റെ എത്ര ശതമാനം, നമ്മളിപ്പോൾ ഒരു ബിറ്റ് കോയിൻ 10 വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ആ 10 എത്ര ശതമാനം സെല്ല് ചെയ്യണം, അത് നമുക്ക് ഈ സ്ലൈഡർ നോക്കിക്കൊണ്ട് നമുക്കവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ബൈ ചെയ്ത പോലെ തന്നെ. അതാണ് മാർക്കറ്റ് ഓർഡറിൽ സെല്ല് ചെയ്യുന്ന രീതി. ലിമിറ്റ് ഓർഡറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏത് പ്രൈസിൽ സെല്ല് ചെയ്യണം. ഓക്കെ, ലിമിറ്റ് ഓർഡറിൽ സെല്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ വിലയേക്കാളും, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം,
50-ലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ വാങ്ങിയത് നമ്മൾ ബൈ ചെയ്തിട്ടുള്ളത് 50-ലാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരിക്കലും താഴെയുള്ള വിലയിൽ നമ്മൾ സെല്ല് ചെയ്യാനായിട്ടുള്ള ലിമിറ്റ് ഓർഡർ വെക്കാൻ പാടില്ല. എപ്പോഴും സെല്ല് ചെയ്യാനായിട്ടുള്ള ലിമിറ്റ് ഓർഡർ നമ്മൾ മേലെ വേണം വെക്കാനായിട്ട്. ഞാൻ ഏറ്റവും മേലെയുള്ളൊരു പ്രൈസിലാണ് ഞാൻ സെല്ല് ചെയ്യാനായിട്ടുള്ള ലിമിറ്റ് ഓർഡർ വെക്കുന്നത്. ഓക്കെ, കാരണം എന്താ, ഇപ്പോൾ നമ്മൾ 50 രൂപയ്ക്ക് ബൈ ചെയ്ത സാധനം 50 രൂപയ്ക്ക് നമ്മൾ സാധനം വാങ്ങി, എന്നിട്ട് നമ്മൾ അത് 40 രൂപയ്ക്ക് വിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓർഡർ സെറ്റ് ചെയ്ത് കണ്ടിട്ട് നമുക്ക് അവിടെ വല്ല ലാഭമുണ്ടോ? ഇല്ല. 50 രൂപയ്ക്ക് വാങ്ങിയ സാധനം മുകളിലുള്ളൊരു പ്രൈസിൽ വിൽക്കുമ്പോഴാണ് നമുക്കവിടെ ലാഭമുള്ളത്. ഓക്കെ, അപ്പോൾ 50 രൂപയ്ക്ക് വാങ്ങിയ സാധനം മുകളിൽ ഏതെങ്കിലും ഒരു പ്രൈസിലാണ് നമ്മൾ എപ്പോഴും സെല്ല് ചെയ്യാനായിട്ടുള്ള ലിമിറ്റ് ഓർഡർ വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതാണ് നമുക്ക് ഇവിടെ ലിമിറ്റ് ഓർഡർ ആയിട്ടുള്ളത്. നമ്മൾ 97 വാങ്ങിയിട്ടുണ്ട്, നമുക്ക് ഒരു 1 ലക്ഷത്തിലേക്ക് എത്തുമ്പോൾ $1 ലക്ഷം എത്തുമ്പോഴാണ് വിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ 1 ലക്ഷം കൊടുക്കുക, നമുക്ക് സെല്ല് ചെയ്യേണ്ട എമൗണ്ട് സെലക്ട് ചെയ്യുക, ഇതിനോട് സെല്ല് പിടിച്ച് കൊടുക്കുക, നമുക്കത് സെല്ല് ചെയ്യാണ്ട് പറ്റും. ആ ഒരു പ്രൈസിലേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സെല്ലാകുന്നതായിരിക്കും. ഇതാണ് ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, TPRSൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രിഗർ ഓർഡർ നമുക്കൊരു കണ്ടീഷൻ ബേസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് എത്തുമ്പോൾ അവിടെ സെല്ല് ചെയ്യണം. അതാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് അവിടെ ഈ ഒരു ട്രിഗർ ഓർഡർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഈ ട്രിഗർ ഓർഡറിന് കാര്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമുക്കത് അത്ര പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയല്ലോ. അനാവശ്യമായിട്ടുള്ള കുറേ ഓർഡേഴ്സ് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ 3 ടൈപ്പ് ഓർഡേഴ്സ്. ഇതാണ് സ്പോട്ട് മാർക്കറ്റിനകത്തുള്ള 3 ടൈപ്പ് ഓർഡേഴ്സ് ഇതാണ്. ഇനി ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എന്താണ്? സാധാരണയായിട്ട് നമ്മൾ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിലാണ് നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുക. ഇപ്പോൾ ഡേ ട്രേഡിംഗ് ഒക്കെ നിങ്ങൾ എൻ്റെ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും. ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിലാണ്. അപ്പോൾ എന്താണ് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്? നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള സ്പോട്ട് ട്രേഡിങ്ങും ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്പോട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ സ്പോട്ട് ട്രേഡിങ്ങിനകത്ത് നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ സ്പോട്ട് മാർക്കറ്റിനകത്ത് നമ്മൾ വാങ്ങുന്ന കോയിൻസ് എല്ലാം തന്നെ ഒറിജിനൽ ക്രിപ്റ്റോ കറൻസികളായിരിക്കും. ഇപ്പോൾ ബിറ്റ് കോയിൻ നമ്മൾ സ്പോട്ടിൽ പോയിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വാങ്ങുന്നത് ഒറിജിനൽ ബ്ലോക്ക് ചെയിനകത്തുള്ള ഒറിജിനൽ ബിറ്റ് കോയിൻ ആയിരിക്കും. എത്തേറിയം വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ ബ്ലോക്ക് ചെയിനകത്തുള്ള എത്തേറിയം ആയിരിക്കും. എന്നാൽ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിനകത്ത് വന്നിട്ട് നമ്മളിപ്പോൾ ബിറ്റ് കോയിൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വാങ്ങുന്നത് റിയൽ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി അല്ല. നമ്മളവിടെ വാങ്ങുന്നത് ആ ക്രിപ്റ്റോ കറൻസിയുടെ, ഇപ്പോൾ ബിറ്റ് കോയിൻ ആണെങ്കിൽ ആ ബിറ്റ് കോയിൻ്റെ ഒരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് മാത്രമാണ്, ഒരു കരാറ് മാത്രമാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് സ്പോട്ട് മാർക്കറ്റിനകത്ത് നമുക്ക് ഒരു അസറ്റിൻ്റെ വില മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്കവിടെ ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്കവിടെ ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിനകത്തേക്ക് വരുമ്പോൾ നമ്മൾ കോൺട്രാക്റ്റുകളാണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രൈസ് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് അവിടെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഫ്യൂച്ചേഴ്സും സ്പോട്ടും നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 2 വ്യത്യാസങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഫ്യൂച്ചേഴ്സും സ്പോട്ടും. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിൻ്റെ കോൺസെപ്റ്റുകൾ മുഴുവൻ ഞാൻ പറഞ്ഞു പോകുന്നില്ല. കാരണം ഓൾറെഡി വീഡിയോ ഒരു അരമണിക്കൂറിന് മേലെ ലെങ്ത് ആയിട്ടുണ്ട്. സോ അത് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ലെങ്ത് ആയിട്ട് പോകും. സോ അത് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാനത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ഇൻ്റർഫേസ് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഹോം സ്ക്രീനിൽ തന്നെ ഏറ്റവും ടോപ്പിൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന സെക്ഷൻ കാണാൻ പറ്റും. ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന സെക്ഷനകത്താണ് നമുക്ക് നമ്മുടെ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് കാണാൻ പറ്റുക. സോ ഡെറിവേറ്റീവ്സ് ക്ലിക്ക് ചെയ്യുക, അവിടെ USDM പെർപെച്വൽ ഫ്യൂച്ചേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, USDM പെർപെച്വൽ ഫ്യൂച്ചേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ പെർപെച്വൽ ഫ്യൂച്ചേഴ്സ്? ഇപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ഫ്യൂച്ചേഴ്സ് ആണുള്ളത്. ഒന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സും 2 പെർപെച്വൽ ഫ്യൂച്ചേഴ്സും. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് കാണാനായിട്ട് പറ്റാം. അത് എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും, ഒരു എക്സ്പയറി ടൈം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു വീക്ക്ലി എക്സ്പയറിയോ ഡെയിലി എക്സ്പയറിയോ മന്ത്ലി എക്സ്പയറി ഒക്കെ ആയിട്ട് ഒരു എക്സ്പയറി ടൈം അതിനുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയം കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പോയിട്ടാണ് ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മന്ത്ലി എക്സ്പയറിയാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ മാസം വാങ്ങിക്കുകയാണെങ്കിൽ അത് ആ ഒരു എക്സ്പയറി ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ സെല്ല് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം അത് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ആ എക്സ്പയറി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലോസ് ആകുന്നതായിരിക്കും. സോ ഒരു എക്സ്പയറി ഉള്ള ഒരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റുകളാണ് ഒരു ട്രഡീഷണൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റായിട്ട് വരുന്നത്. എന്നാൽ നമ്മുടെ പെർപെച്വൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റുകളിലേക്ക് വരുമ്പോൾ അവിടെ എക്സ്പയറി ഉണ്ടായിരിക്കില്ല. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിൽ നമുക്കത് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പെർപെച്വൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചസിലെല്ലാം തന്നെ ഈ പെർപെച്വൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ആദ്യമായിട്ടൊരു ബേസിക് ഒരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്രയുമാണ് പറയാനായിട്ടുള്ളത്. ഓക്കെ, നമ്മളിത് ഇവിടെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഈ റൈറ്റ് സൈഡിലാണ്. ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിന് മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ നമ്മളിപ്പോൾ സ്പോട്ട് മാർക്കറ്റിൽ കണ്ടിട്ടുള്ള സ്പോട്ട് ട്രേഡിംഗ് നമ്മൾ നേരത്തെ ഒരു ബിറ്റ് കോയിൻ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ടിട്ടുള്ള അതേ ഇൻ്റർഫേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ മാറ്റങ്ങൾ വരുന്നത് ഈ ഒരു റൈറ്റ് സൈഡിലാണ്.
ഓക്കെ, ഇവിടെ നമുക്ക് ലിമിറ്റ് ഓർഡർ, മാർക്കറ്റ് ഓർഡർ, ട്രിഗർ ഓർഡർ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ 3 ഓർഡർ ടൈപ്പുകളും ഇവിടെയുണ്ട്. സോ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഓൾറെഡി എന്താണ് ലിമിറ്റ് ഓർഡർ, എന്താണ് മാർക്കറ്റ് ഓർഡർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെയുള്ള ഒരു സംഭവമാണ് ഐസൊലേറ്റഡ് ആൻഡ് 10x. അത് ലിവറേജും നമ്മുടെ മാർജിൻ മോഡും. അപ്പോൾ ഐസൊലേറ്റഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലോസ് ആൻഡ് ഐസൊലേറ്റഡ് എന്ന് പറയുന്ന 2 മാർജിൻ മോഡുകൾ കാണാൻ പറ്റുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് 10x എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ലിവറേജ് നമുക്കൊരു 125x വരെ നമുക്കിവിടെ ലിവറേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ലിവറേജും എന്താണ് ഈ ഐസൊലേറ്റഡും ക്രോസ് മാർജിനും? ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വളരെ ചെറിയൊരു എമൗണ്ട് ആണുള്ളത് എന്ന് വിചാരിക്കുക. അതിനേക്കാളും 10 ഇരട്ടിയും 100 ഇരട്ടിയും ഒക്കെ എമൗണ്ടിന് നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ ലിവറേജ് എന്ന് പറയുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 100 USDT ആണ് ക്യാപിറ്റലായിട്ട് ഉള്ളതെന്ന് വിചാരിക്കാം. ഈ 100 USDT വെച്ചുകൊണ്ട് നിങ്ങളൊരു എൻട്രി എടുക്കുകയാണ്, ഒരു സാധനം ഒരു ബൈ ചെയ്യാണ്, എന്തെങ്കിലും ഒരു സാധനം ബൈ ചെയ്യാണ്. അതിൻ്റെ വില മുകളിലേക്ക് ഒരു 1% പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ലാഭം എന്ന് പറയുന്നത് ഈ 100 USDTയുടെ 1% ആയിട്ടുള്ള ഒരു USDT ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലാഭം കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ 100 USDT വെച്ചുകൊണ്ട് നിങ്ങൾ നോർമൽ കേസിൽ നിങ്ങൾ 100 USDT വെച്ചുകൊണ്ട് ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ ആ സാധനത്തിൻ്റെ വില ഒരു 1% മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന ലാഭം എന്ന് പറയുന്നത് ഈ 100 USDTയുടെ 1% ഒരു USDT ആണ്. ഇതാണ് നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊരു 10x ലിവറേജ് എടുത്തുകൊണ്ട്, ഓക്കെ, 10x ലിവറേജ് എടുത്തുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 100 USDT പ്ലസ് 10x, ഈ ഒരു 100 USDT 10x ലിവറേജിലാണ് ട്രേഡ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ 1% മൂവ്മെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 USDT ആണ്. ഓക്കെ, 10 ഇരട്ടിയാണ്. നോർമൽ കേസിൽ കിട്ടുന്നതിനേക്കാളും 10 ഇരട്ടി പ്രോഫിറ്റാണ് നിങ്ങൾക്ക് അവിടെ കിട്ടാനായിട്ട് പോകുന്നത്. ഇനി ഒരു 100x ലിവറേജ് വെച്ചിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ 1% മൂവ്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് 100 USDTയുടെ പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലിവറേജ് കൂടും തോറും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള പ്രോഫിറ്റിൻ്റെ ആ ഒരു വലിപ്പവും അവിടെ കൂടും. ഇത് ഈ ലിവറേജിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. ഇതിൻ്റെ നെഗറ്റീവ് സൈഡായിട്ട് വരുന്നത് എപ്പോഴും പ്രൈസ് മുകളിലേക്ക് മാത്രമല്ലല്ലോ, താഴേക്കും പോകുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പ്രൈസ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ലിവറേജ് കൂടുന്തോറും നമ്മുടെ നഷ്ടവും അവിടെ വളരെ വലിയ ഒരു നഷ്ടമായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ലിവറേജ് ഒരേ സമയം അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യവുമാണ്, അതേപോലെ നമുക്ക് വളരെ വലിയ ലോസസിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ലിവറേജിൻ്റെ ഒരു കാര്യമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാ ഈ 10x മുതൽ നമുക്കൊരു 1x മുതൽ 125x വരെയുള്ള ലിവറേജ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു 20x മേലേക്ക് പോകുമ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് ദ കറൻറ്റ് പൊസിഷൻ ഈസ് ഹൈലി ലിവറേജ്, പ്ലീസ് ബി കോഷ്യസ് ഓഫ് ദ റിസ്ക് ഇൻവോൾവ്ഡ്. ഓക്കെ, വളരെ വലിയ ലിവറേജ് ആണ് നിങ്ങൾ എടുക്കുന്നത്, സോ അവിടെ വളരെ വലിയ റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവർ തന്നെ പറയുന്നുണ്ട്. എന്താണ് അവിടുത്തെ റിസ്ക്? ഇവിടെ ഈ ലിവറേജ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്ചേഞ്ചസ് കടം തരുന്ന ഒരു ഫണ്ടാണ്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനേക്കാളും ഇത്രയധികം ലിവറേജ് തരിക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് എക്സ്ചേഞ്ചസ് കടം തരുന്നൊരു ഫണ്ടാണ്. അപ്പോൾ ഈ കടം തരുന്ന ഫണ്ട് മുഴുവനായിട്ട് നഷ്ടപ്പെടാനായിട്ട് ഈ എക്സ്ചേഞ്ചസ് റെഡിയാവോ? ഒരിക്കലുമില്ല. അവരുടെ നഷ്ടത്തിനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്രൈസ് വരെ മാത്രമേ ഈ നഷ്ടം നമുക്ക് അവർ സഹിക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു 100 USDT വെർത്തായിട്ട് 100 USDT ക്യാപിറ്റൽ വെച്ചുകൊണ്ട് നമ്മളൊരു സാധനം വാങ്ങുന്നു, ഒരു ട്രേഡ് എടുക്കുന്നു. അത് ഒരു പരിധി വരെ താഴേക്ക് പോയാലും പ്രശ്നമില്ല. പക്ഷേ അതിനേക്കാളും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ലിവറേജ് എടുത്തിട്ടുള്ള എമൗണ്ട് ആ എക്സ്ചേഞ്ചസിന് അത് റിക്കവർ ചെയ്യാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ വരും. ഓക്കെ, അവിടെ വേറെ ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. നമ്മുടെ പൊസിഷൻ സൈസും അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ, ലിവറേജ് എല്ലാ കാൽക്കുലേഷൻസും വരുന്നുണ്ട്. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലിക്വിഡേഷൻ പ്രൈസ് ഉണ്ടായിരിക്കും. നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ എൻട്രി പ്രൈസ്, നമ്മളിപ്പോൾ ഒരു ലോങ് പൊസിഷൻ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ട്രേഡാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ലിക്വിഡേഷൻ പ്രൈസ് ഉണ്ടായിരിക്കും. നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളതിന് താഴെയുള്ളൊരു പ്രൈസിൽ ഒരു ലിക്വിഡേഷൻ പ്രൈസ് ഉണ്ടായിരിക്കും. ആ ലിക്വിഡേഷൻ പ്രൈസിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ മൊത്തം വാഷ് ഔട്ടായിട്ട് പോകും. കാരണം എന്താ, നമ്മൾ വളരെ വലിയ ലിവറേജ് ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക. ചിലപ്പോൾ വളരെ ചെറിയൊരു മൂവ്മെൻറ്റ് സംഭവിക്കുമ്പോഴേക്കും നമ്മുടെ ട്രേഡ് ലിക്വിഡേറ്റായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ലിക്വിഡേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ, നമ്മൾ ചെറിയ ക്യാപിറ്റൽ വെച്ചുകൊണ്ട് വളരെ ഹ്യൂജ് ലിവറേജ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറിയ മൂവ്മെൻറ്റിൽ തന്നെ നമ്മുടെ ക്യാപിറ്റൽ മൊത്തം വാഷ് ഔട്ടായിട്ട് പോകും. കാരണം എന്താ, എക്സ്ചേഞ്ചസിന് അവർ നമുക്ക് കടന്നു തന്നിട്ടുള്ള പൈസ അവർക്ക് കൃത്യമായിട്ട് അത് റിക്കവർ ചെയ്യണം. അല്ലാത്ത പക്ഷം അവർക്ക് അത് നഷ്ടമാണല്ലോ. സോ അത് വളരെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ഹൈ ലിവറേജ് ഒക്കെ എടുക്കുന്ന സമയത്ത് അത് വളരെയധികം സൂക്ഷിച്ച് എടുക്കേണ്ട ഒരു കാര്യമാണ് ഹൈ ലിവറേജ് ഒക്കെ. കാരണം ചെറിയ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുമ്പോഴേക്കും നിങ്ങളുടെ ട്രേഡ് അവിടെ ലിക്വിഡേറ്റ് ആയിട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ മൊത്തം അവിടെ വാഷ് ഔട്ടായിട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതാണ് ലിവറേജിൻ്റെ മറ്റൊരു നെഗറ്റീവായിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത്.
അപ്പോൾ എപ്പോഴും ഒരു 10x താഴെ മാത്രം, ഞാൻ എപ്പോഴും പറയും ഒരു 5x ഒക്കെ മാത്രം നിങ്ങൾ ലിവറേജ് ഇട്ടാൽ മതി. അത്യാവശ്യം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ 10x ഇട്ടോ, ക്യാപിറ്റൽ കുറവാണെങ്കിൽ പരമാവധി ഒരു 5x താഴെ മാത്രമാണ്. കാരണം ക്യാപിറ്റൽ കുറവും ലിവറേജ് കൂടുതലുമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിക്വിഡേഷൻ പ്രൈസ് വളരെ അടുത്തായിരിക്കും. സോ അത് വളരെ പെട്ടെന്ന് ലിക്വിഡേറ്റ് ആയിട്ട് പോകാനായിട്ടുള്ള ചാൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് പോലും അവിടെ വെക്കാനായിട്ട് സാധിക്കണമെന്നില്ല. അപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലിവറേജിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡേഷൻ പ്രൈസും ലിവറേജിനോടും അനുബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഐസൊലേറ്റഡ് ആൻഡ് ക്രോസ് മാർജിൻ മോഡ് എന്ന് പറയുന്നത്. ക്രോസ് മാർജിൻ ഉണ്ട്, ഐസൊലേറ്റഡ് മാർജിൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് ക്രോസ് മാർജിനിലാണ് ട്രേഡ് എടുക്കുന്നത് വിചാരിക്കാം. ക്രോസ് മാർജിനിലാണ് ട്രേഡ് എടുക്കുന്നത്. 100 USDT ആണ് നിങ്ങളുടെ ക്യാപിറ്റൽ എന്ന് വിചാരിക്കാം. ഈ 100 USDTയിൽ നിന്നും ഒരു 50 USDT എടുത്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കുകയാണ്. 50 USDT എടുത്തിട്ട് ട്രേഡ് എടുക്കുകയാണ്. ഒരു 10x ആണ് ലിവറേജ് എന്ന് വിചാരിച്ചോ. നിങ്ങൾ ഇവിടെ ഒരു എൻട്രി എടുക്കുന്നു. ആൻഡ് നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങളുടെ ലിക്വിഡേഷൻ പ്രൈസ് ഇതാണെന്ന് വിചാരിക്കുക. ഇവിടെയാണ് നിങ്ങൾ ലിക്വിഡേഷൻ പ്രൈസ് വരുന്നത്. സോ നിങ്ങൾ എൻട്രി എടുത്തിട്ടുള്ള പ്രൈസിൽ നിന്നും താഴേക്ക് പ്രൈസ് പോയിട്ട് ഈ ലിക്വിഡേഷൻ പ്രൈസ് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഓക്കെ 50 USDT ട്രേഡ് എടുത്തിട്ടുള്ളൂ, സോ ഈ 50 USDT മാത്രമേ പോകുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ ഈ എടുത്തിട്ടുള്ള എമൗണ്ട് മാത്രമല്ല പോവുക, നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റൽ എത്രയായിരുന്നോ 100 USDT ആണ് ടോട്ടൽ ക്യാപിറ്റൽ, അത് മുഴുവനും വാഷ് ഔട്ടായിട്ട് പോകുന്നതായിരിക്കും. നിങ്ങൾ 100 USDTയിൽ നിന്നും ഒരു 50 USDT വെച്ചിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. ആ ട്രേഡ് ലിക്വിഡേറ്റ് അടിച്ചാൽ ക്രോസ് മാർജിനിൽ ലിക്വിഡേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ മൊത്തം അത് വാഷ് ഔട്ടായിട്ട് പോകും. അതാണ് ക്രോസ് മാർജിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതിൻ്റെ ഗുണം ഞാൻ വഴിയേ പറയാം. ഇതാണ് ക്രോസ് മാർജിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നുള്ളത് ഐസൊലേറ്റഡ് മാർജിനാണ്. ഐസൊലേറ്റഡ് മാർജിനും ഈ പറഞ്ഞ പോലെ തന്നെ 100 USDT ആണ് ക്യാപിറ്റൽ എന്ന് വിചാരിക്കാം. നിങ്ങളൊരു 50 USDTക്കാണ് ട്രേഡ് എടുത്തുള്ളതെന്ന് വിചാരിക്കാം. ആൻഡ് അത് ലിക്വിഡേറ്റ് ആവുകയാണെങ്കിൽ ആ ഒരു ട്രേഡ് ലിക്വിഡേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ 50 USDT മാത്രമേ ലിക്വിഡേറ്റ് ആയിട്ട് പോകുള്ളൂ. ബാക്കിയുള്ള 50, 100ൽ നിന്നും ബാക്കിയുള്ള 50 അവിടെ സേഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഓക്കെ ക്രോസ് മാർജിനേക്കാളും നല്ലത് ഐസൊലേറ്റഡ് മാർജിൻ ആണെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. അല്ല, കാരണം ക്രോസ് മാർജിൻ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റൽ വെച്ചിട്ട് ട്രേഡ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ക്രോസ് മാർജിൻ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുള്ളൂ. ഇനി അതിൽ നിങ്ങളുടെ മുഴുവൻ ക്യാപിറ്റലും വെച്ചുകൊണ്ട് ട്രേഡ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എപ്പോഴും ക്രോസ് മാർജിൻ ആയിരിക്കും ഗുണം ചെയ്യാം. ഓക്കെ, മുഴുവൻ പൈസയും നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രം വെച്ചിട്ട് ട്രേഡ് എടുക്കുമ്പോൾ ഐസൊലേറ്റഡ് മാർജിൻ യൂസ് ചെയ്യുക. ഫുൾ ടോട്ടൽ ക്യാപിറ്റലും വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ക്രോസ് മാർജിൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ക്രോസ് മാർജിനും ഐസൊലേറ്റഡ് മാർജിനും. ഇനി ക്രോസ് മാർജിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഒരു ക്രോസ് മാർജിൻ്റെ എക്സാമ്പിൾ, ഇത് ഐസൊലേറ്റഡ് മാർജിൻ്റെ എക്സാമ്പിൾ. ഇതിൽ നമ്മൾ രണ്ടിലും നമ്മൾ 100 USDT ആണ് ടോട്ടൽ ക്യാപിറ്റൽ എന്ന് വിചാരിക്കാം. 50 USDT വെച്ചിട്ടാണ് രണ്ടിലും ട്രേഡ് എടുക്കുന്നത്. ഇതാണ് എൻട്രി പ്രൈസ് എന്ന് വിചാരിക്കാം. ക്രോസ് മാർജിനിൽ ഈ മുഴുവൻ ക്യാപിറ്റലിനെയും അത് ഈ ട്രേഡിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ലിക്വിഡേറ്റ് ആകുമ്പോൾ മുഴുവനും പോകുന്നുണ്ടല്ലോ. സോ ക്രോസ് മാർജിനിൽ ഈ മുഴുവൻ ക്യാപിറ്റലും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ട്രേഡ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ക്രോസ് മാർജിനിൽ വരുന്ന ലിക്വിഡേഷൻ പ്രൈസ് കുറച്ച് അകലെയായിരിക്കും. ഓക്കെ, നമ്മുടെ എൻട്രി പ്രൈസിൽ നിന്നും കുറച്ച് അകലെയായിരിക്കും ഈ ക്രോസ് മാർജിനിൽ ലിക്വിഡേഷൻ പ്രൈസ്. എന്നാൽ ഐസൊലേറ്റഡ് മാർജിനിൽ നമ്മൾ ജസ്റ്റ് ഒരു 50 USDT മാത്രമാണ് ഈ ട്രേഡിലേക്ക് കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ക്രോസ് മാർജിൻ അപേക്ഷിച്ച് കുറച്ചുകൂടെ മേലെയായിരിക്കും ഐസൊലേറ്റഡിലെ ലിക്വിഡേഷൻ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസ് മാർജിൻ ആകുമ്പോൾ നമുക്ക് കുറച്ച് അകലെയായിരിക്കും ലിക്വിഡേഷൻ പ്രൈസ്. പക്ഷേ ലിക്വിഡേഷൻ പ്രൈസ് ഹിറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ക്യാപിറ്റൽ മൊത്തം 0 ആയിട്ട് മാറും. ആൻഡ് ഐസൊലേറ്റഡ് മാർജിൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡ് എത്ര രൂപയ്ക്കാണോ ട്രേഡ് എടുത്തിട്ടുള്ളത്, എത്ര USDTക്കാണോ ട്രേഡ് എടുത്തിട്ടുള്ളത്, ആ ഒരു എമൗണ്ട് മാത്രമേ അവിടെ ലിക്വിഡേറ്റ് ആയിട്ട് പോകുള്ളൂ. ഇതാണ് ക്രോസ് മാർജിനും ഐസൊലേറ്റഡ് മാർജിനും. ഓക്കെ, അപ്പോൾ ക്രോസ് മാർജിൻ പറഞ്ഞു, ലിവറേജ് പറഞ്ഞു, ആൻഡ് പിന്നുള്ളത് വൺ വേ മോഡും അതുപോലെ തന്നെ ഹെഡ്ജ് മോഡുമാണ്. ഓക്കെ, സോ ഞാൻ എപ്പോഴും പറയാം 1 വേ മോഡ് മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം ഹെഡ്ജ് മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഡയറക്ഷനിലേക്കും ട്രേഡ് എടുക്കാൻ പറ്റും. ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും. ഇപ്പോൾ ബിറ്റ്കോയിൻ തന്നെ മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും ലാഭം കിട്ടുന്ന രീതിയിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. പക്ഷേ അവിടെ വളരെയധികം റിസ്ക്കി ആയിട്ടുള്ള ഒരു കാര്യമാണത്. കാരണം 2 ഡയറക്ഷനിലേക്കുമുള്ള ട്രേഡ് നമുക്ക് ലോസ് വരികയാണെങ്കിൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ലോസ് ആയിരിക്കും അവിടെ സംഭവിക്കാം. സോ ഞാൻ അതധികം പ്രോത്സാഹിപ്പിക്കില്ല. എക്സ്ചേഞ്ചസ് പല ഫീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യും, കാരണം അവർക്ക് ലാഭം കിട്ടുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ എപ്പോഴും ഒരു ട്രേഡ് എടുക്കാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഹെഡ്ജ് മോഡും 1 വേ മോഡും ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് അത് നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ പോയി നോക്കാവുന്നതാണ്. ഇവിടെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഐസൊലേറ്റഡ് 10x എന്ന് പറയുന്ന മാർജിൻ മോഡും അതുപോലെ തന്നെ ലിവറേജും. ഓക്കെ, ഞാൻ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ബാലൻസ് കാണാൻ പറ്റും. ഈ ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ട് അക്കൗണ്ടിലുള്ള ബാലൻസ് അല്ല. ഓക്കെ, നമ്മൾ P2P ചെയ്തിട്ട് ഫണ്ട് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിന് അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫണ്ട് അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുക ആൻഡ് ഫ്രം ഫണ്ട് എന്നുള്ളത് കൊടുക്കുക. ഫ്രം ഫണ്ട്
ഫ്രം ഫണ്ട് അക്കൗണ്ട് ടു USDM പെർപ്പച്വൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. ഓക്കെ, ട്രാൻസ്ഫർ ഫ്രം ഫണ്ട് അക്കൗണ്ട് ടു USD പെർപ്പച്വൽ ഫ്യൂച്ചേഴ്സ്. ദെൻ നമ്മൾ USDT ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എത്ര എമൗണ്ട് ആണ്, ഇപ്പോൾ 10 USDT ആണെങ്കിൽ 10 USDT സെലക്ട് ചെയ്യുക. ദെൻ അവിടെ കൺഫേം കൊടുക്കുക. ദെൻ നമ്മുടെ ഫണ്ട് അക്കൗണ്ടിൽ നിന്നും USD ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ആ ഒരു ഫണ്ട് അവിടെ ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ്. ഈ ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫണ്ട് അക്കൗണ്ടിലാണ് ഫണ്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ആദ്യമായി തന്നെ ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റാം. ഓക്കെ, ദെൻ നമുക്കിവിടെ ട്രേഡ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ലിമിറ്റ് ഓർഡർ, മാർക്കറ്റ് ഓർഡർ ഒക്കെ തന്നെയാണ് നമ്മൾ ഓൾറെഡി കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആൻഡ് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ ഉണ്ട്. വേറെ ഒന്നുമില്ല, ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ട്രേഡാണ് ലോങ് പൊസിഷൻ. ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് താഴേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്ന ട്രേഡാണ് ഷോർട്ട് പൊസിഷൻ. സോ ഈ ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷൻ്റെയും ട്രേഡ് എടുക്കുന്ന വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി. ലൈവ് ട്രേഡിംഗ് പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് കണ്ടാൽ മതി. അതിൽ ഞാൻ ഈ 2 ട്രേഡ്സും എടുക്കുന്ന വീഡിയോസ് അതിലുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് ലൈവായിട്ട് തന്നെ അതെങ്ങനെയാണ് ആ ട്രേഡ് എടുക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഓവർവ്യൂ മാത്രമാണ്. മൊത്തത്തിൽ ഇപ്പോൾ സ്പോട്ട് മാർക്കറ്റിനെ പറ്റിയിട്ടായാലും ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിനെ പറ്റിയിട്ടായാലും ഉള്ളൊരു മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നിട്ടുള്ളത്. ഇത് എല്ലാം തന്നെ സ്പൂൺ ഫീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ വീഡിയോ കൊണ്ട് തീരുന്നൊരു കാര്യമല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സമയം എടുത്തുകൊണ്ട് പറഞ്ഞു പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഞാനെൻ്റെ ക്രിപ്റ്റോ ട്രേഡിംഗ് ലൈവ് ക്ലാസ്സസിൽ, ബിഗിനർ ലെവൽ ലൈവ് ക്ലാസ്സസ് എല്ലാം തന്നെ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. കാരണം ഏറ്റവും ബിഗിനർ ആയിട്ടുള്ള ഒരാൾ വരുമ്പോൾ അവർക്ക് ഈ എക്സ്ചേഞ്ചിനെ പറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഓർഡർ ടൈപ്സിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു അറിവ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അതിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് സ്വയം നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുറച്ച് സമയം ഇതിനകത്ത് സ്പെൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ സ്വയം പഠിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. വേറൊരാളുടെ സഹായമൊന്നും ഒരു എക്സ്ചേഞ്ചിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം അത് കണ്ടെത്തി മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ ട്രേഡ് ചെയ്യാൻ പറയില്ല, ആദ്യം തന്നെ പഠിക്കുക കാര്യങ്ങൾ, അതിനുശേഷം മാത്രം ട്രേഡിങ്ങിലേക്ക് നിങ്ങൾ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ BingXൽ ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക എന്നുള്ളൊരു കാര്യമായിരുന്നു നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതും നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതൊക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് അടുത്ത വീഡിയോസ് നമ്മൾ ചെയ്തു പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, അടുത്ത വീഡിയോയിൽ കാണാം.